എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കണ്ടോ നിങ്ങൾ മരണം അല്ലാഹു പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് സംഭവിക്കുമ്പോൾ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ 16 കുത്തുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് നീ ഷഹീദാണ് എന്നാണ്. ഉമറുൽ ഫാറൂഖ് ബദറിലും ഉഹദിലും ഖന്തക്കിലുമൊക്കെ പങ്കെടുത്തെങ്കിലും ഒരു യുദ്ധത്തിലും കൊല്ലപ്പെട്ടിട്ടില്ല, ഷഹീദായിട്ടില്ലെങ്കിൽ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഷഹീദായി മരിക്കുകയാണ്. മദീനത്ത് മസ്ജിദുൻ നബവിയിൽ ഇമാമ നിൽക്കുമ്പോൾ യഹൂദിയാകുന്ന അബൂ ലുഅ്ലുഅ എന്ന മനുഷ്യന്റെ കയ്യിലുള്ള കത്തി കൊണ്ട് കടാര കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വയറിന്റെ അടിഭാഗത്ത് ഒരു കുത്ത് കിട്ടിയപ്പോൾ ആ കുത്തുകൊണ്ട് പള്ളിയിൽ തളർന്ന് ബോധരഹിതനായി വീണ ഉമറുൽ ഫാറൂഖ് തങ്ങള്, നിങ്ങൾക്കറിയില്ലേ 6ഓളം വേറെ മുഅ്മിനീങ്ങളും ഇവന്റെ കുത്തുകൊണ്ട് മരിച്ചുപോയിട്ടുണ്ട് എന്ന്. ഇവൻ സ്വന്തം ആ കത്തി കൊണ്ട് കുത്തി തന്ന് പള്ളിയിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയാണ്, രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി. ഉമറുൽ ഫാറൂഖ് തങ്ങൾ കൊല്ലപ്പെട്ട ദിവസം മദീനയോട് പറഞ്ഞു, ഉമ്മായുടെ കയ്യും പിടിച്ച് നടന്നു പോകുന്ന കുട്ടി ചോദിച്ചില്ലേ അഖാമത്തിൽ ഖിയാമത്ത് വരുമ്പോ ഭൂമിയിൽ 40 ദിവസക്കാലം പുക വരുമെന്നാണ്. ഇത് അതിന്റെ അടയാളമായി സംഭവിച്ചതാണോ ഉമ്മ? ഉമ്മ പറയുന്നു, മോനെ ഇത് ഖിയാമത്ത് നാളിൽ സംഭവിച്ചതല്ല. മദീനത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ശരിയായി മരിച്ചുപോയിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മരിച്ചപ്പോൾ ഭൂമി ദുഃഖം രേഖപ്പെടുത്തുന്നു, ആകാശം ദുഃഖിക്കുന്നു. സത്യവിശ്വാസി മരിക്കുമ്പോൾ ഇങ്ങനെന്തിനാ പേടിക്കണ്ടാവും? മരണപ്പെട്ടവർ പുഞ്ചിരിച്ചിട്ട് ചിരിയോടുകൂടി മരിച്ചു. ഫിറൗന്റെ പെണ്ണുങ്ങൾ മരിച്ചല്ലോ, എന്തോ ഒരു ചിരിയായിരുന്നു ബഹുമാനപ്പെട്ട ബീവി ആസിയ റളിയല്ലാഹു അൻഹ. പേടിയൊന്നുമല്ല, എന്ന പേടിയാണ്. ആസിയ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടത് ഖുർആനിൽ അല്ലാഹു അല്ലേ പഠിപ്പിച്ചത്? വറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ ഇംറഅത്ത ഫിർഔൻ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോറ്റി, മൂസാ നബി അലൈഹിസ്സലാമിന് വെള്ളത്തിൽ നിന്ന് കിട്ടി കൊട്ടാരത്തിൽ പോറ്റി വളർത്തുമ്പോഴാണ് ഈ ഫിറൗൻ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ മാസിബി പറഞ്ഞു, പൊന്നാറ ഫിറൗന് എനിക്ക് കുട്ടികളുണ്ടാവില്ല. ആസിയ ബീവി പ്രസവിച്ചിട്ടില്ല, ഗർഭമുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ആസിയ ബീവി പറഞ്ഞത്, കാലത്ത് ഇംറഅത്തു ഫിർഔൻ ഖുർറത്തു ഐനിൻ ലീ വലക് ലാ തഖ്തുലൂഹു ഹത്താ യൻഫഅനാ ഔ നത്തഖിദഹു വലദാ. പൊന്നാറ ഫിറൗനിനെ കൊല്ലല്ല, നമുക്കൊരു കുട്ടിയില്ല, അതുകൊണ്ട് ഈ കുട്ടി നമുക്ക് വളർത്താം, ഉപകാരപ്പെടും. ആസിയ ബീവിയുടെ വാക്ക് കൊണ്ട് നിർബന്ധത്തിന് വേണ്ടി എന്താണ് ആസിയ ബീവി പറഞ്ഞത്? ഖുർറത്തു ഐനിൻ ലീ വലക്, നിനക്കും എനിക്കും കണ്ണിന് കുളിരി തരുന്ന ഒരു കുട്ടിയാണ്. അപ്പ ഫിറൗൻ പറഞ്ഞു, എനിക്കില്ല കേട്ടോ കണ്ണിന് കുളിരി, എനിക്ക് വേണമെങ്കിലുള്ളൂ. ഇവന് അത് സമ്മതിച്ചിരുന്നു എങ്കിൽ മൂസാ നബി കാരണമായി ഇദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടുമായിരുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അല്ലാഹു ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടില്ല. ആ ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഏകദൈവ വിശ്വാസം സ്വീകരിച്ചപ്പോൾ, തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിതം ആരംഭിച്ചപ്പോൾ, അതറിയില്ലേ, സ്വന്തം ആസിയ ബീവിയാകുന്ന പെണ്ണിനെ ചുട്ടുപൊള്ളുന്ന മണലിൽ മലർത്തിക്കിടത്തിയതും ആക്രമണങ്ങൾ അയച്ചുവിട്ടതും നെഞ്ചിന്റെ മുകളിൽ ഹാർട്ടിന്റെ മുകളിൽ കല്ലുകൾ കയറ്റിവെച്ചതും എന്നിട്ട് ഈമാനിൽ നിന്ന് പിന്തിരിയാൻ ആവശ്യപ്പെട്ടതും ആസിയ ബീവി തയ്യാറാകാതെ ഉറച്ചു നിൽക്കുകയും ചെയ്തപ്പോൾ ആസിയ ബീവി കണ്ണുയർത്തിയിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ആസിയ ബീവിയുടെ മുന്നിൽ സ്വർഗലോകത്തിന്റെ പ്രദർശനം സംഭവിക്കുന്നുണ്ട്, സ്വർഗം കാണുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ആസിയ ബീവിയുടെ വേദന പോയി.
നെല്ലിന്റെ മുകളിൽ കയറ്റിവെച്ചിരിക്കുന്ന നെടുവീർപ്പിടാൻ പോലും സാധ്യമാകാതെ മരിക്കാൻ പോലും സ്വസ്ഥത കിട്ടാതെ പ്രയാസപ്പെടുന്ന ആസിയത്തിന്റെ കണ്ണുകൾ തന്റെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വർഗാരാമം കണ്ടുകൊണ്ട് ആസ്വദിച്ച് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞതാണല്ലോ റബ്ബി ബിനിനി അല്ലാഹ് ഈ വീട്ടിൽ എന്റെ കണ്ണുകൊണ്ട് നോക്കി ഞാൻ കാണുന്ന ഈ സ്വർഗത്തിൽ ഒരു ചെറിയ പൊരാ. അപ്പോൾ സ്ഥിരവും പറഞ്ഞത് നമുക്ക് മാനസികാട്ടോ, അല്ലെങ്കിൽ ഇമ്മാതിരി നേരത്തെ ഒരു മനുഷ്യൻ ചിരിക്കുമെന്നാക്കി വെച്ചു. കാരണം ബേജാറായ നേരത്തേക്ക് ചിരിക്കുക നമുക്ക് സുഖമില്ല. സ്ഥിരവ് പറഞ്ഞു കൊണ്ടാണ് അള്ളാഹു പറയുന്നത്. സുഖാത്തത് കൊണ്ടല്ല, സുഖം വന്നതാണ്, രോഗം മാറിയതാണ്. ആസ്യദീനാണ് സ്വർഗത്തിൽ വരും ഇട്ടിട്ടുണ്ടാവുമല്ലോ. ആസ്യദീവിന്റെ മംഗല്യം സ്വർഗത്തിൽ ക്ഷേമമായി നടക്കും. പുതിയാപ്പള ഫിറോന് നരകത്തിലാണ്. പുതിയാപ്പളയില്ലാതെ സ്വർഗത്തിൽ കടന്നു വരുന്ന ആസ്യദീവിന്റെ മംഗല്യം നടക്കുമ്പോൾ ആസ്യദീവിയുടെ പുതിയാപ്പളയായി പുതുമാരനായി വരുന്നത് ഈ പ്രപഞ്ചത്തിന്റെ പുതുമാരനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഞാൻ സൂചിപ്പിച്ചത് മരണം എന്ന് കേൾക്കുമ്പോൾ ബേജാറ് ഉണ്ടെങ്കിലും സത്യവിശ്വാസികൾ മരിച്ചപ്പോൾ സന്തോഷിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തുകൊണ്ടാണ് മരണപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ, ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ബദറിൽ പങ്കെടുത്ത സഅദ് റളിയല്ലാഹു അൻഹു ഖന്തഖിൽ നിന്ന് അമ്പ് കൊണ്ടിട്ടാണ് കൊല്ലപ്പെടുന്നത്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലും സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്തിന്റെ കൂടെയും പോകാൻ 70,000 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഖാല റസൂലുള്ളാഹി, അവിടെ നബിതങ്ങൾ അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്, ഈ 70,000 മലക്കുകൾ ഫ്രഷായിരുന്നു. അതായത് ഇതിന്റെ മുമ്പ് അവർ ഭൂമിയിലേക്ക് തീരെ ഇറങ്ങി വരാത്തവരാണ്. ആകാശ ലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ആദ്യമായിട്ടാണ് അവർ ഇറങ്ങി വരുന്നത്. അവർ ഇറങ്ങി വരുന്നത് എന്തിനാണ്? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് സംസ്കരണ പരിപാടിയിൽ സംബന്ധിക്കാനാണ്. ഓ മയ്യിത്ത് കൊണ്ടുപോയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വേലിന്റെ കാലിന്റെ തള്ളാമ്പരലിൽ കുത്തിയിട്ടാണ് നബിതങ്ങൾ നടന്നത്. സ്വഹാബത്ത് ചോദിച്ചില്ല, നബിയേ എന്താണ് നിങ്ങൾ കാലിന്റെ വിരലുമ്മൽ നിങ്ങൾ കുത്തിയിട്ട് നടക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നടക്കാൻ സ്ഥലം മതിയാകുന്നില്ല. 70,000 മലക്കുകൾ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ, കണ്ടില്ലേ നിങ്ങള് മരണപ്പെടുമ്പോൾ അല്ലാഹു മുത്തഖീങ്ങൾക്ക് കൊടുക്കുന്നതാണ്, മോമിനിങ്ങൾക്ക് കൊടുക്കുന്നതാണ്. നമ്മുടെ വീട്ടിലും ഇതുപോലെ ഒരു ദിവസം മരണം വരാനുണ്ട്. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ വരാനുണ്ട്. എത്ര വലിയ കെട്ടുറപ്പും അടച്ചുറപ്പുമുള്ള വീടാണെങ്കിലും പാതിര നേരത്ത് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റായീൽ ഇന്ന് വാഹന ബന്ധാണ്, പണിമുടക്കാണ്, വണ്ടി ഓടിയാൽ സമരമാണ്, കല്ലേറാണ്, ഭരണപക്ഷത്തിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ ഓർഡർ പ്രകാരമുള്ള ബന്ധാണ്. എന്നാൽ വിമാനം പോലും ഈ രാജ്യത്ത് വരുന്നില്ല. അത്രയും പ്രശ്നങ്ങൾ ഈ രാജ്യത്തുണ്ടെങ്കിൽ പോലും നമ്മുടെ രാജ്യത്ത്, നമ്മുടെ വീട്ടിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ വീട്ടിന്റെ മുറ്റത്ത് നമ്മൾ അടച്ചിരിക്കുന്ന ഗേറ്റ്, ആ ഗേറ്റ് തുറന്നിട്ടില്ല, അവിടെ വാച്ച്മാനുണ്ട്. എന്നാൽ ആ ഗേറ്റിന് ചലനം സംഭവിച്ചിട്ടില്ല. നമ്മുടെ വീട്ടിലെ വരാന്തയിൽ ഗ്രിൽസ് പൂട്ടിപ്പോയിട്ടുണ്ട്. ഗ്രിൽസിന്റെ ശേഷം നമ്മുടെ വാതിൽ നമ്മൾ പ്രത്യേകം ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ നമ്മളെ ബെഡ്റൂമിൽ നമ്മൾ കിടന്ന് കടകടച്ച് കുറ്റിയിട്ടിട്ടുണ്ട്. ഭാര്യയും കൂടെയുണ്ട്. അവിടെയാണ് രാത്രി 2 മണി പിന്നിട്ടപ്പോൾ മനുഷ്യനാകുന്ന നമ്മുടെ നെഞ്ചിന്റെ ഇടതുഭാഗത്ത് ഒരു നേരിയ വേദന പോലെ അനുഭവപ്പെട്ടത്. എന്തേ?
ഇത് മരണമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വീട്ടിൽ ലൈറ്റ് കത്തിപ്പോയി, ഭാര്യനെ വിളിച്ചുപോയി, വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു, ഉമ്മ എഴുന്നേറ്റ്, വീട്ടുകാരൊക്കെ എഴുന്നേറ്റ്, ഇയാൾക്കൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നു. എത്രയാണ് പത്രം വായിച്ചത്, എത്രയും നിങ്ങളും ഞാനും ഈ വിവരങ്ങൾ കേട്ടത്. അങ്ങാടിയിൽ വന്ന് വണ്ടി വിളിച്ചു കൊടുത്ത വീട്ടുകാരൊക്കെ വന്നിട്ട് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ICU റൂമിലേക്ക് മാറ്റുന്നതിന്റെ മുമ്പ് മറ്റുൽ മൗത്ത് വന്നിട്ട് മനുഷ്യന്റെ റൂഹ് പിടിച്ചില്ലേ. കണ്ടില്ലേ, ഈ കാലിയം പ്രദേശത്ത് ഇന്ന് ജീവിക്കുന്നവരെക്കാൾ കൂടുതൽ ജനങ്ങള് ഇതിന്റെ പരിസരങ്ങളിൽ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടാവാം. മക്കളെ, ഇത് വരും സൗദി അറേബ്യയിൽ കണ്ടില്ലേ, റമളാൻ നിങ്ങൾ കേട്ടില്ലേ? എന്റെ ഹൃദയത്തെ ഞെടിച്ച വാർത്തയുണ്ട്. വേങ്ങര പാക്കടപ്പുറായി കുറ്റൂരിലുള്ള ഒരു സാരിയുണ്ട്. ഒരു പണ്ഡിതനാണ് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്യുന്ന കടയിലേക്ക് നിയന്ത്രണം വിട്ട കാറ് പാഞ്ഞു കയറി. അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ച് 40 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ കുട്ടിയെ വാപ്പ കണ്ടിട്ടില്ല, വാപ്പനെ കുട്ടി കണ്ടിട്ടില്ല. അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു മരണം സംഭവിക്കാൻ. അല്ലാഹു മൗഫറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാര്, നമ്മുടെ വീട്ടിലേക്ക് അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോൾ ഇവിടെ പുതിയാപ്പളാന്ന് പറയാൻ പറ്റുമോ? 1 കോടി രൂപന്റെ വീടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീട്ടുകാരന്റെ സമ്മതം ചോദിക്കാതെയാണ് വീട്ടുവളപ്പിലേക്ക് മലച്ചു വന്നിരിക്കുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ പറഞ്ഞില്ലേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിഥികളെ സൽക്കരിക്കുന്ന ആളാണ്, സൽക്കാരപ്രിയനാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പാവങ്ങളെ സഹായിക്കുന്ന ആളാണ്, റിലീഫ് പ്രവർത്തകനാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു ദിവസം ഭക്ഷണം കൊടുക്കാൻ ആളെ കിട്ടാതെ വന്നപ്പോൾ ഇബ്രാഹിം തങ്ങൾ നിരാശപ്പെട്ട് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ ഇബ്രാഹിം നബിന്റെ വീട്ടിന്റെ ഉള്ളിൽ ഒരാൾ കുത്തിയിരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി വന്നിട്ട് സലാം ചൊല്ലി, സലാം മടക്കി. ഇബ്രാഹിം നബിക്ക് സമാധാനമായി. ഒരു ഗസ്റ്റിന് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞല്ലോ, ഇന്ന് ഒരു ഗസ്റ്റിനെ കിട്ടിയില്ല എന്നാണ് കരുതിയിരുന്നതെങ്കിലും ഒരു വിരുന്നുകാരൻ ഇന്ന് വീട്ടിൽ വന്നു ചേർന്നല്ലോ. റാത്തായി എന്ന് മനസ്സിലാക്കി കിച്ചണിൽ പോയി ഭക്ഷണം വിളമ്പാൻ ശ്രമിക്കുമ്പോഴാണ് വീട്ടിൽ വന്നിരിക്കുന്ന അതിന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറയുന്നത്, ഇബ്രാഹിം, ഞാൻ ഭക്ഷണം കഴിക്കാറില്ല. അപ്പൊ ഇബ്രാഹിം വിളിച്ച് എന്തെന്നിച്ച്, ചായ വേണോ? വന്നാള് പറഞ്ഞു, നമുക്ക് ചായയും പറ്റൂല ഇബ്രാഹിം നബിയെ. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഒന്നും പറ്റൂല ഇബ്രാഹിം, ഞാൻ ജീവിതത്തിൽ തിന്നിട്ടില്ല, തിന്നുകയുമില്ല, ജീവിതത്തിൽ കുടിച്ചിട്ടില്ല, കുടിക്കുകയുമില്ല. ഞാൻ ആരാന്നറിയോ ഇബ്രാഹിമേ? ഞാനാണ് മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം. സുബ്ഹാനല്ലാഹ്. വെള്ളം വേണ്ട, ഒന്നും വേണ്ട, കാശിക്കൂയില്ല, മൂത്തിക്കൂയില്ല, ഭക്ഷിക്കൂയില്ല, വെള്ളം കുടിക്കൂല. ഇബ്രാഹിം നബി തങ്ങൾ തരിച്ചുപോയി. ഇബ്രാഹിം നബിയോട് ബഹുമാനപ്പെട്ട മലക്ക് പറയുന്നു, ഇബ്രാഹിം നബിയേ, ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളെ ഊഹിനെ പിടിക്കാനല്ല. സമാധാനമായല്ലോ. ഇബ്രാഹിം നബിയോട് പറയുന്നു, നിങ്ങളോട് ഒരു സന്തോഷ വിവരം അറിയിക്കാനാണ്. ഇബ്രാഹിം നബി ചോദിക്കുന്നു, എന്താണ് ആ സന്തോഷ വാർത്ത? മലക്ക് പറയുന്നു, ഈ ഭൂമിയിൽ അല്ലാഹുവിന് ഒരു ചങ്ങാതിയെ സെലക്ട് ചെയ്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇബ്രാഹിം തങ്ങൾ ചോദിക്കുന്നു, ആരാണ് അള്ളാന്റെ ചങ്ങാതി? മലക്ക് പറയുന്നു, ഇബ്രാഹിമിനെ ചങ്ങാതിയെ പറയുന്നതിന്റെ മുമ്പ് അല്ലാഹു ഭൂമിയിൽ ഒരു ചങ്ങാതിയെ ഉണ്ടാക്കി എന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും ഇബ്രാഹിം നബിയേ? ഇബ്രാഹിം നബി പറയുന്നു, ആ ചങ്ങാതിന്റെ വീട്ടിന്റെ സമീപത്ത് ഇബ്രാഹിം ചെല്ലും.